മഴ തോരും മുമ്പേ ഒരു ചെറിയ പ്രമോ ശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയ്ക്ക് ബോധം തെളിയിന് അപ്പോൾ സന്തോഷമാകുന്നുണ്ട് ബാലചന്ദ്രൻ. കാത്തിരിക്കണിങ്ങനെ. അപ്പോൾ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ വൈജയന്തിനെയും കൂടി ഒന്നാണ്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രന് അതൊരു വല്ലാത്തൊരു ടെൻഷൻ പോലെ ആവുന്നുണ്ട്. അതിനുശേഷം മനു വരുന്നുണ്ട്. മനു വരുമ്പോൾ ആ സമയത്ത് തന്നെ പോലീസുകാരും വരുന്നുണ്ട്. പോലീസിന് അലീന മൊഴി കൊടുക്കുന്നത് എന്തെന്നെ ആയാലും സ്വന്തം അനിയനല്ലേ, അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടാൻ അലീന ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അലീന രോഹിത്തിൻ്റെ അതുപോലെ തന്നെ ഹരിശങ്കറിൻ്റെ പേര് പറയില്ല. പുറത്ത് നിന്നൊരാളാണ് ചെയ്ത് എന്ന് മാത്രം പറയുള്ളൂ. താൻ തന്നെയാണ് ചെയ്തത്, അതിങ്ങനെ അപമാനം, അതായത് മാനഭംഗപ്പെടുത്തുന്ന വിചാരിച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ വൈജയന്തി രോഹിത്തിനെ വിളിച്ച് സംഭവങ്ങളൊക്കെ പറയും. അവൾ പോലീസിന് മൊഴി നൽകിയത് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാവുകയാണ്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അവർ പേടിച്ചിരിക്കുകയായിരുന്നു. മരിച്ചെങ്കിൽ കൊലക്കുറ്റത്തിനും മരിച്ചില്ലെങ്കിൽ വധശ്രമത്തിനും കേസാവും, നാട് വിടാനൊക്കെ തയ്യാറെടുത്തിരിക്കുന്ന സമയത്താണ് അലീനയുടെ ഈ ടെസ്റ്റ്. അതിനുശേഷം പോലീസുകാർ പോയതിന് ശേഷം മനു ചെന്ന് നമ്മുടെ അലീനയുടെ തലയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി കൈയൊക്കെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തനിക്ക് ഞാനുണ്ട് കൂട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് അലീന ആരാണെന്നുള്ള സത്യം നമ്മുടെ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെയാണ് അറിയുന്നത്. നമ്മുടെ വൈജയന്തിയാണ് ആദ്യം അറിയേണ്ടതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചെങ്കിലും കൂടി സത്യം ആദ്യം മനസ്സിലാക്കുന്നത് ബാലചന്ദ്രൻ തന്നെയാണ്. എന്തായാലും മനുവിനും ആ സത്യം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുവിന് ഒത്തിരി കൂടെ സ്നേഹം കൂടുള്ളൂ. പക്ഷേ ബാലചന്ദ്രൻ ആകെ തകർന്നു പോകുന്നു. അലീനനെ വെറുക്കാൻ ഒരിക്കലും കഴിയില്ല. അത്രയ്ക്കും നല്ലൊരു പെൺകുട്ടിയാണ് അലീന. പക്ഷെ തൻ്റെ ഭാര്യ തന്നെ ചതിച്ചോ, അല്ലെങ്കിൽ താൻ ഭാര്യനെ ചതിച്ചോ, എന്താ സംഭവിച്ചത്, മറ്റുള്ളവരെല്ലാവരും കൂടി തന്നെ ചതിച്ചോ, ഒന്നും മനസ്സിലാവാണ്ട് ബാലചന്ദ്രൻ ആകെ ഇങ്ങനെ ഭ്രാന്തെടുത്ത പോലെ ആവണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വൈജയന്തിയുടെ സാമർത്ഥ്യവും ധാർഷ്ട്യവും അഹങ്കാരം പിടിച്ച വാക്കുകളും. പക്ഷെ എല്ലാം അവസാനിക്കുന്നു. കാരണം ബാലചന്ദ്രൻ അവിടെ മറ്റൊരാളാവണ്. വൈജയന്തിനെ മാറ്റി നിർത്തുന്നു. വൈജയന്തിനോട് സ്നേഹമില്ല. അതുപോലെ തന്നെ വൈജയന്തി പറയുന്നതിനൊക്കെ തട്ടുത്തരം പറയുകയും അതുപോലെ തന്നെ മാറ്റി നിർത്തുകയും ചെയ്യുന്നതോടെ എന്ത് പറ്റി ബാലചന്ദ്രന് നിങ്ങളെ ആകെ ആലോചിച്ച് നിൽക്കണ്, ആകെ ടെൻഷനായിട്ട് നിൽക്കണ് വൈജയന്തി. പക്ഷെ വൈജയന്തി വിചാരിച്ചിരിക്കണ അലീനനോട് നമ്മുടെ ബാലചന്ദ്രന് പ്രേമോ പ്രണയമോ അങ്ങനെ സ്നേഹമോ അങ്ങനെ എന്താണ്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് അലീനയോടുള്ള ദേഷ്യം കൂടിന് വരുന്നത്. ബാലചന്ദ്രൻ തന്നിൽ നിന്ന് അകന്നത് അലീന കാരണം വരെ നമ്മുടെ വൈജയന്തി ചിന്തിക്കുന്നു. എന്തായാലും ബാലചന്ദ്രൻ അലീനനെ വെറുക്കൊന്നുമില്ല, മാത്രമല്ല കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നുള്ളൂ. കാരണം തൻ്റെ മക്കളെക്കാളും നല്ല ഒരു പെൺകുട്ടി തന്നെയാണ് അലീന. അതുമാത്രമല്ല ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും സുഖമൊന്നും അനുഭവിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടി ആയതുകൊണ്ട് അലീനനെ വെറുക്കാൻ ബാലചന്ദ്രന് കഴിയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.